ഒഴിവ് ദിവസമൊക്കെ നമ്മൾ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെമ്പരത്തി ഇതുപോലെ നിങ്ങൾ തലയിൽ നിന്ന് കുട്ടികൾക്ക് തേച്ച് കൊടുത്ത് നോക്കട്ടോ. മുടിക്ക് നല്ല തിളക്കവും കിട്ടും, നല്ല ഉള്ളും പെട്ടെന്ന് നീളം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പം ഇത് മൊത്തം തേക്കണമെന്ന് വെച്ചായിരുന്നു. അപ്പം നിങ്ങൾ മൊത്തം തേക്കേണ്ട ആവശ്യത്തിന് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം 2-3 നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മമാർക്ക് തേക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവർക്കും കൊണ്ടും കൂടി കുറച്ച് വീതം വീതിച്ചെടുക്കാം. നമുക്ക് ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സിനും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഷാമ്പു എടുക്കുന്ന നമ്മൾ തലയിൽ തേക്കുന്നതിനൊക്കെ ഒരുപാട് നല്ലൊരു നാച്ചുറലായിട്ട് നമുക്ക് തലയിൽ അഴുക്കും പോവും. അത് മാത്രമല്ല തലമുടി നല്ല സിൽക്കായിട്ടും ബ്ലാക്ക് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നല്ലതാണ്. ആഴ്ചയിലൊക്കെ ഒരിക്കൽ ഇങ്ങനെ താള് തേച്ച് കൊടുക്കുന്നുണ്ട് തലയിൽ. അപ്പോൾ ഇത് കണ്ടോ, ഇത് കയ്യോന്നിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു കയ്യോന്നിയുടെ. അപ്പോൾ ഈ ഒരു കയ്യോന്നി നമുക്ക് വഴിയരത്തും പറമ്പിലൊക്കെ നിൽപ്പുണ്ട്. നല്ല തണുപ്പുള്ള ഏരിയകളിലൊക്കെ കയ്യോന്നി ഉണ്ടാവും. ഭൃംഗരാജ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എണ്ണ മുടി വളരാനായിട്ട് എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ്. എണ്ണ കാച്ചുന്നതിൽ മുക്കിനാണ്. മുടിക്ക് നല്ല കറുപ്പും കിട്ടും. അകാലനര മാറാനൊക്കെ ആയിട്ട് ഈ ഒരു കയ്യോന്നി നല്ല കേട്ടോ. ഇടിച്ച് പിഴിഞ്ഞിട്ട് ചാറെടുക്കുമ്പം ഇതിൻ്റെ ചാറിന് തന്നെ നല്ല ബ്ലാക്ക് കളറാണ്. നമ്മളിത് തലയിൽ തേച്ചാലും നമുക്ക് മുടിക്ക് നല്ല കറുപ്പും കിട്ടും, തിളക്കവും കിട്ടും കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ലതാണ്, മുടിക്ക് വളരെ നല്ലതാണ്. അപ്പം ഇതുപോലെ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഒരു കുറച്ച് ചെമ്പരത്തിയുടെ ഇല എടുത്താൽ മതി കേട്ടോ. അപ്പം ചെമ്പരത്തിയുടെ ഇലയും കയ്യോന്നിയും കൂടെ കൂടി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിൽ താരം ഉണ്ടെങ്കിൽ താരം പോകാൻ നല്ലതാണ് സവാള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം തലയിൽ താരം മാറാൻ മാത്രമല്ല മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് സവാള കേട്ടോ. സവാളയുടെ നീര് തല തേക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കഞ്ഞിവെള്ളം ഇട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉറക്കവും കിട്ടും, തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നീർക്കെട്ട് വീഴാതിരിക്കാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തുളസിയുടെ ഇലയോ അതല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ലീഫോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതിയോളം പച്ചവെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നിങ്ങൾക്ക് പനിക്കൂർക്ക, എൻ്റെ അടുത്ത് പനിക്കൂർക്ക ഉള്ളതൊക്കെ നശിച്ചു പോയി കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ചുമക്കൂർക്ക നിറയെ ഉണ്ട്. ഈ പനിക്കൂർക്ക ചുമക്കൂർക്ക ഒരുമിച്ച് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിലോ ഏതൊന്നും ഒന്നേ ഉണ്ടാവത്തുള്ളൂ. ഒരു ഭാഗം മൊത്തം ഇങ്ങനെ ചുമക്കൂർക്ക ഇങ്ങനെ പടർന്ന് പിടിച്ചേക്കും. അപ്പം പനിക്കൂർക്ക എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് പകരമായിട്ട് ചുമക്കൂർക്ക ഇട്ടേക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പനിക്കൂർക്കയുടെ ലീഫ് 1-2 തണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തലമുടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് പനിക്കൂർക്ക ഉണ്ടെങ്കിൽ 2 തണ്ട് പനിക്കൂർക്കയുടെ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. കാരണം കുട്ടികൾക്കൊക്കെ നമ്മൾ തല തേക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ പൊടിയും പൊട്ടും ഈ ഇലക്കൂടെ ഒക്കെ തലയിൽ കൂടെ തടയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വലിയ അരിപ്പയിലൊന്ന് അരിച്ചെടുത്തിട്ട് പിന്നെ കുഞ്ഞരിപ്പയിലേക്ക് 2-3 ട്രിപ്പായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഒഴിവ് ദിവസം തല തേക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ പൊടിയും പൊട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തലയിൽ കൂടെ ഇരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ തലയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇലകളുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഒഴിവ് ദിവസമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ കൊട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടിപ്പോക്കോളും. അപ്പം ഇത് ഉണ്ടല്ലേ നല്ലൊരു ഷാമ്പു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. നല്ലൊരു കൊഴുപ്പായിട്ട് നല്ലൊരു ജെല്ലി പരുവത്തിൽ നമുക്ക് ഈ ഒരു താളി കിട്ടും കേട്ടോ. അപ്പം ഇതിങ്ങനെ നിങ്ങൾക്ക് തലയിൽ തേക്കാം. ഇതുണ്ടല്ലേ നല്ല കൊഴുപ്പാണ്. അപ്പം വെള്ളം ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ ചേർക്കാം. വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ തന്നെ ഒരു നുള്ളു വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ തലയിൽ തേക്കിപ്പോൾ ഒഴുകി താഴേക്ക് ചാടാതിരിക്കും. തലയിൽ നന്നായിട്ട് തേച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സിൽക്കി ഹെയറും ആവും. തലയിലെ ചൊറിച്ചിലും താരനൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സിനും തേക്കാം. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കൊണ്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിയിലേക്കായിട്ടൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. ബൈ.